സംസ്ഥാനത്ത് വീണ്ടും പ്രളയ സമാനമായ സാഹചര്യങ്ങളാണ് നേരിടേണ്ടി വന്നത്. ഇതോടെ നദികളിൽ നിന്നും എക്കലും മണലും നീക്കം ചെയ്യണമെന്ന ആവശ്യം ചർച്ചയാക്കപ്പെടുന്ന സാഹചര്യം ആണ് ഉള്ളത്. നേരത്തെ ഇടത് സർക്കാർ നടത്തിയ സമാന നീക്കങ്ങളെ എതിർക്കുന്ന ഒരു സാഹചര്യം ആയിരുന്നു അന്ന് UDFന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതേ UDF തന്നെയാണ് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളത്. നേരത്തെ VD സതീശൻ, അതായത് ഈ മഴ ആരംഭിച്ച സമയത്ത് തന്നെ ഇത്തരം ഒരു സാധ്യതയെക്കുറിച്ചാണ് സംസാരിച്ചിരുന്നത്. അന്ന് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നത് ആദ്യം ഒന്ന് കേൾക്കാം. ഇന്ത്യക്ക് മോഡലായ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് പ്രോഗ്രാം കേരളത്തിൽ നടപ്പാക്കും. ക്ലൈമറ്റ് പ്രഡിക്ഷന് ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ, ലോകത്തുള്ള ഏറ്റവും ആധുനികമായ സങ്കേതങ്ങൾ ഉപയോഗിക്കും. ക്ലൈമറ്റ് പ്രഡിക്ഷൻ അതിൻ്റെ വാർണിംഗ് സിസ്റ്റം ഇഫക്റ്റീവ് ആക്കും. പിന്നെ ഫ്ലഡ് മാപ്പിംഗ്, ഈ പറയുന്ന പ്രോണായിട്ടുള്ള ഏരിയ, അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഫ്ലഡ് മാപ്പിംഗ് നടത്തി അത് നേരത്തെ പ്രഖ്യാപിച്ച ഫലപ്രദമായ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റെസീലിയൻസ് സിസ്റ്റം കൊണ്ടുവരും. അതിൻ്റെ ഭാഗമായിട്ട് ഡാമുകളിലെ മണൽ മാറ്റും. അതോടൊപ്പം നദികളിൽ 2018 അടിഞ്ഞിരിക്കുന്ന മണ്ണാണ് ഈ പ്രശ്നം. മണ്ണും ചെളിയുമാണ്. മണ്ണും ചെളിയും വേസ്റ്റും ഒക്കെ കെട്ടിക്കിടക്കുകയാണ്. നമുക്ക് പലതരത്തിൽ അത് ബാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. മാത്രമല്ല ചെറിയ മഴ പെയ്താൽ അപ്പോൾ തന്നെ ഫ്ലഡഡ് ആവുകയാണ്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കീം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ജലസേചന വകുപ്പും കൂടി ആവിഷ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മഴ മാറിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട്, ഇത് അടുത്ത വർഷം ഇത് വരാൻ വേണ്ടി കാത്തിരിക്കാതെ, നമ്മളിപ്പോൾ റൂം ഫോർ റിവർ എന്നും പറഞ്ഞിട്ട് നടന്നില്ലല്ലോ. അപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് ഈ നദികളിലെ ഈ മണലടിഞ്ഞിരിക്കുന്നത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് ചെയ്യും. യെസ്, ഇതാണ് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, റൂം ഫോർ റിവർ അത് ഇടത് സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു. വിദേശത്തൊക്കെ പോയി പഠനം നടത്തിയെങ്കിലും ഒന്നും നടന്നില്ല. ഇപ്പോഴും മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നത് അടുത്ത മഴക്കാലത്തിന് മുമ്പ് അതിലേക്ക് കാത്തിരിക്കുന്നില്ല എന്നതാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കേണ്ട ഒന്നാണ്. ആ സാധ്യത എത്രത്തോളം നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സംസ്ഥാനത്തെ അണക്കെട്ടുകളിലും നദികളിലും വൻതോതിൽ മണൽ എക്കൽ ശേഖരം രൂപപ്പെട്ട സംഭരണശേഷി പകുതിയോളം കുറഞ്ഞിട്ടുണ്ട് എന്നത് പല റിപ്പോർട്ടുകളിലും ഇതിനു മുമ്പ് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. എന്നാൽ രാഷ്ട്രീയ വിവാദങ്ങളിൽപ്പെട്ട് ഈ നീക്കം പലപ്പോഴും നിലച്ചു പോകുന്നതാണ് സാഹചര്യം. എക്കലും മണലും നീക്കുന്ന പ്രവർത്തനവുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുമ്പോൾ കേരളത്തിൽ പ്രളയമുണ്ടാകുന്നതിന് കാരണം ഈ നദികളുടെയും അല്ലെങ്കിൽ നമ്മുടെ ഡാമുകളിലെയും സംഭരണശേഷി കുറഞ്ഞത് മാത്രമാണോ? നദികളിൽ മണൽ ശേഖരം കൂടുന്നതാണോ ഈ പ്രളയത്തിന് കാരണം? നദികളിൽ നിന്ന് വാരി മാറ്റേണ്ടത് മണൽ ശേഖരം മാത്രമാണോ? ഇത് മറ്റൊരു പാരിസ്ഥിതിക ദുരന്തത്തിന് ഇടവെക്കുമോ? ദുരന്തത്തിൻ്റെ മറവിൽ മണലൂറ്റാൻ ബോധപൂർവമായ നീക്കങ്ങൾ ഉണ്ടാകുമോ? ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. നമ്മളോടൊപ്പം ഡോക്ടർ V സുഭാഷ് ചന്ദ്രബോസ്, മുൻ ഡയറക്ടറാണ് ജലവിഭവ വകുപ്പ്, ഡോക്ടർ പത്മകുമാറുണ്ട്, ഡയറക്ടറാണ് കായൽ ഗവേഷണ കേന്ദ്രത്തിൻ്റേത്, ഡോക്ടർ ഷാജി, പ്രൊഫസർ ജിയോളജി വകുപ്പ്, കേരള സർവകലാശാല എന്നിവർ ആണ് ഇപ്പോൾ ചേരുന്നത്. അതോടൊപ്പം തന്നെ രാജീവ് പള്ളിക്കോണം, പരിസ്ഥിതി പ്രവർത്തകനെയും പ്രതീക്ഷിക്കുകയാണ്. ആദ്യം ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഇതിപ്പോൾ പുതുമയുള്ള ഒന്നല്ല ഈ നദികളിലെ മണലും എക്കലുമൊക്കെ നീക്കം ചെയ്യണം എന്നുള്ളത്. പക്ഷേ അതിന് കൃത്യമായൊരു പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ അത്ര എളുപ്പമാണോ കാര്യങ്ങൾ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, മുഖ്യമന്ത്രി പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. അത്ര അതൊരു പൊളിറ്റിക്കൽ ലീഡറുടെ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാനാകുള്ളൂ. കാരണം എല്ലാം വേഗത്തിൽ കൊടുക്കും, വേഗത്തിൽ ചെയ്യുമെന്നേ പറയാനാകുള്ളൂ. ആ ഒരു പൊളിറ്റിക്കൽ സ്പിരിറ്റിൽ നമ്മൾ അതിനങ്ങ് എടുക്കാം. പക്ഷേ ഒരു എൻവയോൺമെന്റൽ സ്പിരിറ്റിൽ എടുത്താൽ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റൽ സ്പിരിറ്റിൽ എടുത്താൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. ഒന്നാമത്തെ വിഷയം, 10,000 വർഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നിരവധി വർഷങ്ങൾ കൊണ്ട് രൂപപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥകളാണ് ഈ നദികളും പുഴകളും തോടുകളും. സ്വാഭാവികമായിട്ട് അതിനകത്ത് മണലുണ്ട്. അപ്പൊ മണൽ നമുക്ക് എടുക്കാം. മണലെടുത്ത് തന്നെയാണ് നമ്മൾ പലതും ചെയ്തത്. അപ്പൊ എത്ര എടുക്കാം, എവിടെ എടുക്കാം, എങ്ങനെ എടുക്കാം എന്നൊക്കെ സംബന്ധിച്ച് ഇപ്പോൾ ശാസ്ത്രീയമായ രീതികളും അവലംബിക്കാൻ പറ്റും നമുക്ക്. പക്ഷെ നമുക്കിവിടെ നിൽക്കുന്ന ഒരു വിഷയം, 2018 പ്രളയം വന്നതിന് ശേഷം ധാരാളം ഡെബ്രീസും മണലും പല കല്ലും പിന്നെ തടികളും എല്ലാം ഒക്കെ പല പുഴകളിലുമുണ്ട്. അതൊരു സത്യമാണ്. അങ്ങനെ 2018 ഇത് ഉള്ളത് കൊണ്ട് 19-20 കാലഘട്ടത്തിൽ റവന്യൂ വകുപ്പിന്റെ കീഴിൽ ഒരു സാൻഡ് ഓഡിറ്റ് നടത്തിയിരുന്നു. സംസ്ഥാനത്തെ NGOകൾ, സന്നദ്ധ സംഘടനകൾ, ഈ രംഗത്ത് നിൽക്കുന്ന സന്നദ്ധ സംഘടനകളെ വെച്ചുകൊണ്ട് ഒരു സാൻഡ് ഓഡിറ്റും ഒരു മഡ് ഓഡിറ്റും നടത്തിയിരുന്നു. മഡ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ പുഴയുടെ ഓരോ നദി എടുത്താൽ നദിയുടെ രണ്ട് സൈഡിലും ഒരു 50 മീറ്റർ ദൂരത്തിൽ
വിസ്തൃതിയിൽ പിന്നെ വീതിയിലുള്ള പുഴയുടെ 2 സൈഡുമുള്ള അസറ്റും മറ്റു കാര്യങ്ങളൊക്കെ പഠന വിധേയമാക്കിയിരുന്നു. അതിന്റെ റിപ്പോർട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പുഴയ്ക്കകത്ത് തന്നെ ഒരു 40 കിലോമീറ്റർ ദൂരത്തിൽ പുഴയുടെ മധ്യഭാഗമൊക്കെ കണക്കാക്കി, അതായത് മണലുള്ള ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്ന 40 കിലോമീറ്റർ ദൂരത്തിൽ പിന്നെ അവർ സർവേ നടത്തിയിരുന്നു. അങ്ങനെ ഒരു സാൻഡ് ഓഡിറ്റ് സംസ്ഥാനത്ത് നടത്തിയിട്ടുണ്ട്. അതിന്റെ ചില കണക്കുകളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ സംസ്ഥാനത്ത് 27 ലക്ഷം ടൺ മണലുണ്ടെന്നും അങ്ങനെയൊക്കെ പല കണക്കുകൾ വരുന്നു. ശരാശരി ഒരു പുഴ എടുത്താൽ 1.5 ലക്ഷം ടൺ മണലുണ്ട്. ഈ ഒരു കുറെ കണക്കുകളുണ്ട്, സർക്കാരിന്റെ കയ്യിൽ കുറെ കണക്കുകളുണ്ട്. അപ്പൊ അതൊരു വശത്തിൽ നിൽക്കുന്നു. ഇനി എന്നോട് ചോദിച്ച ചോദ്യം, ഈ പുഴയിൽ നിന്ന് ഇങ്ങനെ വ്യാപകമായി മണലെടുത്താൽ പ്രളയത്തെ അത് പിന്നെ കറക്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ സിമ്പിൾ ആയ ഒരു ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അതായത് പ്രളയം മാത്രം മനുഷ്യൻ കണ്ടുകൊണ്ട് നമ്മളൊരു ഡിസാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കരുത്. പ്രളയത്തിന് തൊട്ടു മുമ്പ് വരൾച്ചയായിരുന്നു, ഇനി വരാനിരിക്കുന്നത് വരൾച്ചയാണ്. ഈ വർഷത്തെ എൽനിനോയുടെയും ലോക കാലാവസ്ഥാ വകുപ്പിന്റെയും ഒക്കെ എൽനിനോ പ്രഭാവം വെച്ചുകൊണ്ട് വരൾച്ചയുടെ വർഷമാണ് വരേണ്ടത്. പക്ഷെ വന്നത് വേറെ കാര്യമാണിപ്പോ. പക്ഷെ അതുകൊണ്ട് ഈ പിന്നെ ജല മാനേജ്മെന്റിൽ വെള്ളം ഒഴുക്കിക്കളയുന്നത് മാത്രമാണ് എന്നുള്ളതല്ല ജല മാനേജ്മെന്റ് എന്നുള്ളതാണ് എന്റെ ആദ്യത്തേക്ക്. ഞാൻ വിശദമായി പിന്നെ പറയാം. എന്തായാലും ജല മാനേജ്മെന്റ് എന്ന് പറയുന്നത് സമഗ്രമായിട്ടുള്ള ഒരു പ്ലാനാണ്. അതിന്റെ വിശദാംശങ്ങൾ 2ാം സ്പെല്ലിൽ ഞാൻ പറയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.